ഹലോ ആൻഡ് വെൽക്കം ടു പൊതുജനം കഴുതയല്ല സാർ. ഞാൻ ബി ദിലീപ് കുമാർ. ജനകീയ വിഷയങ്ങൾ നിറഞ്ഞ വാർത്താ പരിപാടിയിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. പൊതുജനം കഴുതയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ. രാഹുൽ ഈശ്വർ ഇപ്പോഴും തിരുവനന്തപുരത്ത് പോലീസ് കസ്റ്റഡിയിലുണ്ട്. അതുമായി ബന്ധപ്പെട്ട വാർത്തയിൽ അതിൻ്റെ കൂടുതൽ ഡെവലപ്മെൻറ്റ്സ് സംഭവിക്കുന്ന മുറയ്ക്ക് അതിലേക്ക് എത്തുന്നതായിരിക്കും. ഇപ്പോൾ പൊതുജനം കഴുതയല്ല സാർ പോകുന്നത് തിരൂർ നഗരസഭയിലേക്കാണ്. അവിടെ മത്സരരംഗത്തുള്ള സ്ഥാനാർത്ഥികളിൽ പലരും കോടിപതികളാണ്. തിരൂരിലെ ആ കോടി വിശേഷങ്ങളിലേക്കാണ് ആദ്യം പോകുന്നത്. തിരൂർ നഗരസഭയിൽ 40 സീറ്റുകളുണ്ട്. LDFും UDFും നേരിട്ടേറ്റുമുട്ടുന്നു. ഇരുമുന്നണികളുടെയും സ്ഥാനാർത്ഥികളിൽ പലർക്കും കോടികളുടെ സ്വത്തുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുമ്പാകെ സമർപ്പിച്ച നാമനിർദ്ദേശ പത്രികയിലാണ് ഈ വിവരങ്ങളുള്ളത്. ഇവരിൽ പലരും മുൻപ് പ്രവാസിയായിരുന്നവരോ ഇപ്പോൾ ബിസിനസ്സുകാരോ ആണ്. UDFിന്റെ നഗരസഭാ അധ്യക്ഷ സ്ഥാനാർത്ഥി കീഴേടത്തിൽ ഇബ്രാഹിം ഹാജിയാണ്. വാർഡ് 17 വാരിയത്തറയിലാണ് മുസ്ലിം ലീഗ് മുനിസിപ്പൽ പ്രസിഡന്റും തിരൂരിലെ വ്യവസായിയുമായ ഇബ്രാഹിം ഹാജി മത്സരിക്കുന്നത്. ആകെ ആസ്തി 10 കോടിയിലേറെ വരും. കാറും ഭൂമിയും സ്വർണവും ഭാര്യയുടെ പേരിലുള്ള സ്വത്തുക്കളും ഉൾപ്പെടെയുള്ള വിവരമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയത്. കൈവശമുള്ളത് 49,000 രൂപ. ഇബ്രാഹിം ഹാജിയുടെ ജംഗമ വസ്തുക്കളുടെ മൂല്യം 2.8 കോടി. ഭാര്യയുടെ കൈവശമുള്ള ജംഗമ വസ്തുക്കളുടെ മൂല്യം 1.2 കോടിയിലേറെ. ഇവരുടെ കൈവശം 800 ഗ്രാം സ്വർണവുമുണ്ട്. ഇബ്രാഹിം ഹാജിക്ക് 5,63,314 രൂപയുടെ ബാങ്ക് ബാധ്യതയുണ്ട്. ഞാൻ ചിലപ്പോൾ നിങ്ങൾ ജനിക്കുന്നതിൻ്റെ മുന്നേ പ്രവാസിയായി ജീവിച്ച് 78 മുതൽ പ്രവാസിയായി ജീവിച്ച് പോന്നിരുന്ന ഒരാളാണ്. അപ്പോൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഞാനും സമ്പാദ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊരു ഇലക്ഷൻ കമ്മീഷൻ്റെ അതൊരു ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഭാഗമാണ്. നമ്മളെടുത്ത് എന്തുണ്ട് എന്നുള്ളത് അത് വിവരം കൊടുക്കുക എന്നുള്ളത്. ആ അടിസ്ഥാനത്തിൽ എൻ്റെ സ്വത്തുക്കളുടെ വിവരങ്ങളും കാര്യങ്ങളും ഞാൻ കൊടുത്തു എന്നുള്ളത് മാത്രമേ അതിൽ പറയാനുള്ളൂ. പിന്നെ ഇന്നിപ്പോൾ ഈ കോതയിലേക്ക് ഇറങ്ങുമ്പോൾ മനസ്സിലാക്കുന്നത് എൻ്റെ സ്വത്തിനേക്കാൾ വലുത് എൻ്റെ കൂടെ നിൽക്കുന്ന ഈ പ്രവർത്തകരാണ് എൻ്റെ സ്വത്ത് എന്ന് മനസ്സിലാക്കുന്ന ഒരാളാണ് ഞാൻ. LDF സ്ഥാനാർത്ഥി തോട്ടുകണ്ണി അലിയുടെ സ്ഥാവര ജംഗമ വസ്തുക്കളുടെ മൂല്യം 9.6 കോടിയിലേറെ രൂപയാണ്. കൈവശം 60,000 രൂപയുണ്ട്. അലിയുടെ ജംഗമ വസ്തുക്കളുടെ മൂല്യം 1.7 കോടിയിലേറെ രൂപയാണ്. ഭാര്യയുടെ കൈവശമുള്ള ജംഗമ സ്വത്തുക്കൾക്ക് 9 ലക്ഷം രൂപ മൂല്യമുണ്ട്. ഇവരുടെ കൈവശം 80 ഗ്രാം സ്വർണമാണുള്ളത്. മുന്തിയനത്തിൽപ്പെട്ട 2 ആഡംബര കാറുകളുണ്ട്. അലിയുടെ കൈവശമുള്ള സ്ഥാവര വസ്തുക്കളുടെ ആകെ മൂല്യം 7,88 ലക്ഷം രൂപയിലേറെയാണ്. വാർഡ് 25 ഏഴൂർ വെസ്റ്റിലെ CPM സ്ഥാനാർത്ഥിയാണ് തോട്ടുകണ്ണി അലി. 2.9 കോടിയിലേറെ രൂപയുടെ ബാങ്ക് ബാധ്യത അലിക്കുണ്ട്. തിരൂരിലെ വ്യവസായിയാണ് അലി. വെറുതെ ഉള്ള ആരോപണമാണ്. നമ്മളിവിടെ ചെറുപ്പം മുതൽച്ച് ഇങ്ങനെ സംഘടനാ വർക്ക് നടത്തി പോണ ആളാണ്. പിന്നെ നമുക്ക് 1-2 കച്ചവടങ്ങളുണ്ട്. ആ കച്ചവടം കണ്ടിട്ടാണ് ഇപ്പോൾ ഇവർ അങ്ങനെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. പിന്നൊക്കെ ഞങ്ങൾ നോമിനേഷൻ കൊടുക്കുമ്പോൾ അതിൽ റിപ്പോർട്ട് കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. അതെടുത്തിട്ടാണ് അവർ പറഞ്ഞത്. ഇതിൽ വേറെ ഇതൊന്നുമില്ല. വാർഡ് 35 തൃക്കണ്ടിയൂർ ഈസ്റ്റിൽ മത്സരിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിയും DCC ജനറൽ സെക്രട്ടറിയുമായ യാസർ പൊട്ടച്ചോലയുടെ സ്ഥാവര വസ്തുക്കളുടെ മൂല്യം 13.38 കോടി രൂപയാണ്. LDFിന്റെ നഗരസഭാധ്യക്ഷ സ്ഥാനാർത്ഥി ഗഫൂർ P ലെല്ലിസിന്റെ സ്ഥാവര ജംഗമ വസ്തുക്കളുടെ മൂല്യം 1.6 കോടി രൂപയാണ്. 6.6 ലക്ഷം രൂപയുടെ ബാങ്ക് ബാധ്യത ഗഫൂറിനുണ്ട്. വാർഡ് 35 വിഷുപ്പാടത്താണ് ഗഫൂർ P ലില്ലീസ് CPM സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. കോടികളുടെ കിലുക്കം നമ്മുടെ തദ്ദേശ സ്ഥാനാർത്ഥികൾക്കുമുണ്ട്. പ്രവാസ ജീവിതം നയിച്ചും ബിസിനസ് നടത്തിയും അധ്വാനിച്ചുമാണ് പണമുണ്ടാക്കിയതെന്ന് അവർ പറയുന്നു. ഏതൊരാളും ശരിയായ രീതിയിൽ സാമ്പത്തികമായി സ്വയം പര്യാപ്തരാവുക തന്നെയാണ് വേണ്ടത്. മുനീസ് തിരൂരിനൊപ്പം ഗോകുൽ K വേണുഗോപാൽ, 24 മലപ്പുറം. രവികുമാർ PV പറയുന്നു, ഇലക്ഷൻ കഴിയുമ്പോൾ കോടികൾ കയ്യിൽ തന്നെ ഉണ്ടാകുമോ അതോ അത് ഇരട്ടിക്കുമോ എന്ന് നോക്കാമെന്ന്. ഏതായാലും ഇത്തരം നിരവധി പേർ സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും കോടിപതികളായ സ്ഥാനാർത്ഥികൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട് എന്നത് ഒരു പ്രത്യേകതയാണ്. ഇനി പൊതുജനത്തിൻ്റെ നികുതിപ്പണം പാഴാക്കുന്നതിൻ്റെ ഒരു ഉദാഹരണത്തിലേക്ക് പോകാം. തിരുവനന്തപുരം വെഞ്ഞാറമ്മൂട്ടിലെ വഴിയരികിൽ വഴിയാധാരമായ വിനോദസഞ്ചാര വകുപ്പിൻ്റെ വഴിയോര വിശ്രമ കേന്ദ്രവും ഹോട്ടൽ സമുച്ചയവുമുണ്ട്. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ റവന്യൂ ഭൂമി ഏറ്റെടുത്ത് നിർമ്മിച്ച ഹോട്ടൽ സമുച്ചയവും വഴിയോര വിശ്രമ കേന്ദ്രവുമാണ് ഇപ്പോൾ സംരക്ഷണമില്ലാതെ നശിക്കുന്നത്. കെട്ടിടത്തിന് ചുറ്റും കാടും മൂടിയതോടെ ഇവിടം ഇഴജന്തുക്കളുടെയും പന്നികളുടെയും വിഹാര കേന്ദ്രമായി. വെഞ്ഞാറമ്മൂട്ടിൽ സർക്കാർ നട്ടുവെച്ച കോടികൾക്കുമേൽ കാടു കയറിയതാണ് ഈ കാണുന്നത്.
വെഞ്ഞാറമ്മൂട് കീഴായിക്കോണത്ത് ദീർഘദൂര യാത്രക്കാരെ ലക്ഷ്യമിട്ട് കോടികൾ മുടക്കിയാണ് കെട്ടിടങ്ങൾ നിർമ്മിച്ചത്. വിശ്രമിക്കാൻ വിശ്രമ കേന്ദ്രവും ഭക്ഷണത്തിന് ഹോട്ടൽ സമുച്ചയവും. രണ്ടായിരത്തി 2016 ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അവസാന കാലത്ത് കെട്ടിടങ്ങളുടെ ഉദ്ഘാടനവും തുടർന്ന് പ്രവർത്തനവും ആരംഭിച്ചു. ഇപ്പോൾ സംരക്ഷിക്കാനോ പരിപാലിക്കാനോ ആളില്ലാതെ കാടുകയറി നശിക്കുന്നു. MC റോഡിൽ കീഴായിക്കോണം ജംഗ്ഷന് സമീപമുള്ള ഈ സ്ഥലത്തിന് കോടികളാണ് വിപണി മൂല്യം. 2.25 ഏക്കർ വിസ്തൃതിയുള്ള ഭൂമി വർഷങ്ങൾക്ക് മുമ്പ് സർക്കാർ പെർമിറ്റോടുകൂടി പാറ പൊട്ടിച്ചെടുത്തുകൊണ്ടിരുന്ന റവന്യൂ സ്ഥലമായിരുന്നു. സംസ്ഥാന ഹൈവേയിൽ നിന്നും 200 മീറ്റർ പരിധിയിലുള്ള എല്ലാ ഖനനങ്ങളും നിർത്തണമെന്ന ഉത്തരവ് വന്നതിനെ തുടർന്ന് പാറ പൊട്ടിക്കൽ നിർത്തി. തുടർന്ന് 1 ഏക്കർ ഫയർഫോഴ്സിനും 1.25 ഏക്കർ സ്ഥലം DTPCക്കും കൈമാറി. DTPC 2 കെട്ടിടങ്ങൾ നിർമ്മിച്ചു. ദീർഘദൂര യാത്രക്കാർക്ക് സൗജന്യമായി വിശ്രമിക്കാനും വാഹനങ്ങൾ പാർക്ക് ചെയ്യാനും ശുചിമുറി സൗകര്യവുമുള്ള വഴിയോര വിശ്രമ കേന്ദ്രം 1. സമീപത്തായി ഹോട്ടൽ സമുച്ചയവും. ശീതീകരിച്ച ഹോട്ടൽ സമുച്ചയത്തിൽ റെസ്റ്റോറന്റ്, കഫറ്റേരിയ, ഫാമിലി ഏരിയ, ശുചിമുറി തുടങ്ങിയവ ഉൾപ്പെടുത്തിയായിരുന്നു രൂപകൽപ്പന. ഹോട്ടൽ സമുച്ചയം സ്വകാര്യ ഹോട്ടൽ ഗ്രൂപ്പിന് ലേലത്തിൽ നൽകി. എന്നാൽ 2 വർഷം മാത്രമേ ഹോട്ടൽ പ്രവർത്തിച്ചുള്ളൂ. നഷ്ടം ചൂണ്ടിക്കാട്ടി അടച്ചു. ഇവിടുത്തെ പ്രശ്നം മെയിൻ എന്ന് പറയുന്നത് ഒന്ന് പിന്നെ കക്കൂസിൻ്റെ മാലിന്യങ്ങൾ പുറത്ത് കളയാൻ മാർഗമില്ല, സ്റ്റക്ക് ചെയ്തെടുത്തേ വെക്കൂ. അപ്പോൾ അത് ഒരു മാസം വരുന്നവർക്ക് എത്രയോ രൂപ ചിലവാകും, ലക്ഷക്കണക്കിന് രൂപ ആകും. അതുകൊണ്ടൊന്ന് കളഞ്ഞിട്ട് പോയി. 2 എന്ന് പറഞ്ഞാൽ വാട്ടർ സപ്ലൈ. ഹോട്ടൽ അടച്ചതോടെ പൊതുജനങ്ങൾക്കായി നിർമ്മിച്ച വിശ്രമ കേന്ദ്രവും അടഞ്ഞു. കെട്ടിടത്തിനു ചുറ്റും കാടും മൂടിയതോടെ ഇവിടം ഇഴജന്തുക്കളുടെയും പന്നികളുടെയും വിഹാര കേന്ദ്രമായി. പോരാത്തതിന് സാമൂഹ്യ വിരുദ്ധരുടെ വിളയാട്ടവും. ഇവിടെ വെറുതെ പാമ്പും കയറി കിടപ്പുണ്ട്. രാത്രി ഇവിടെ വെള്ളമടിപ്പ്, മാലിന്യം കൊണ്ടിടക്കാം. ഇപ്പം തമിഴ്നാട്ടിൽ നിന്ന് 4 ലോഡ് പിന്നെ മാലിന്യം ഇവിടെ കൊണ്ടിട്ട് രാത്രി പിടിച്ച് 25,000 രൂപ ഫൈനടിച്ച് അത് കോരിപ്പിച്ച് വേറെ എവിടെ കൊണ്ടുപോയി അവിടുന്ന് പിന്നെ പേപ്പറും മേടിച്ചുകൊണ്ട് വന്ന് പോലീസും എന്തോ എടുത്തുകൊണ്ട് പോയി. വളരെ ദയനീയമാണ്. പാമ്പ് കയറി കിടക്കുന്നു. ഇവിടെ രാത്രി സാമൂഹ്യ വിരുദ്ധന്മാരുടെ കേന്ദ്രമാകുന്നു. വളരെ ദയനീയ അവസ്ഥയാണ്. റോഡിനോട് ചേർന്നുള്ള ഇത്രയും മനോഹരമായൊരു സ്ഥലം അത് നമുക്ക് വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തിയെടുക്കാൻ ഇതിൻ്റെ ഭാഗമായി നിൽക്കുന്ന സർക്കാരിൻ്റെ ആളുകൾ കഴിയുന്നില്ല എന്നുള്ള ആക്ഷേപം നമുക്ക് ശക്തമായുണ്ട്. സമീപത്ത് ഫയർഫോഴ്സിന് നൽകിയ 1 ഏക്കർ സ്ഥലത്ത് പുതിയ ഫയർഫോഴ്സ് കെട്ടിടം നിർമ്മാണത്തിലാണ്. ഇത് പൂർത്തിയാകുമ്പോൾ വഴിയോര വിശ്രമ കേന്ദ്രവും ഹോട്ടലും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇവിടം പ്രധാന ജംഗ്ഷനുകളിൽ ഒന്നായേനെ എന്ന് നാട്ടുകാർ പറയുന്നു. നാട്ടുകാരുടെ ആഗ്രഹം ന്യായമാണ്. 1, നാടിൻ്റെ ഉയർച്ച. 2, അവരുടെ നികുതി പണം. കോടികൾ പാഴായി പോകാതെ സർക്കാർ ഈ കെട്ടിടങ്ങൾ വീണ്ടെടുക്കണം. പൊതുജനങ്ങളെ കഴുതകളാക്കാതെ ഇനിയെങ്കിലും അവരോടുള്ള ഉത്തരവാദിത്തം നിറവേറ്റാൻ തയ്യാറാകണം. രഞ്ജിത്ത് ഫ്രാൻസിസിനും സതീഷിനുമൊപ്പം അലക്സ്, റാം മുഹമ്മദ്, 24, തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. പൊതുജനത്തെ കഴുതയാക്കുന്നതിന് ഉദാഹരണമാണ് അല്പം മുമ്പ് അലക്സിൻ്റെ ഈ റിപ്പോർട്ട് എന്ന് പറയുന്നത്. അത് വെഞ്ഞാറമ്മൂട്ടിലെ ആ ഹോട്ടൽ സമുച്ചയവും അതോടൊപ്പം തന്നെ വഴിയോര വിശ്രമ കേന്ദ്രവും അത് ഏറ്റെടുത്ത് പ്രവർത്തിപ്പിക്കുന്നതിന് സർക്കാർ തയ്യാറാകണം. പൊതുജനത്തിൻ്റെ കോടിക്കണക്കിന് രൂപ ഇങ്ങനെ പാഴാക്കി കളയുന്നത് ശരിയല്ല എന്ന അഭിപ്രായമാണുള്ളത്. നിരവധി പ്രേക്ഷകർ ഈ വാർത്തയുമായി ബന്ധപ്പെട്ടൊക്കെ പ്രതികരിക്കുന്നുണ്ട്. വസന്തകുമാരി പറയുന്നുണ്ട്, കാട്ടിൽ ഇങ്ങനെ ആളുകൾ നോക്കാനില്ലാതെ ഒരു കെട്ടിടം എന്ന നിലയിലുള്ള പ്രതികരണം നടത്തുന്നുണ്ട്. അങ്ങനെ നിരവധി പ്രേക്ഷകർ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിലൊക്കെ നൽകുന്നുണ്ട്. ഇനി ഇതുപോലെ തന്നെ മറ്റൊരു വാർത്തയിലേക്കാണ്, സമാനമായ മറ്റൊരു വാർത്തയെന്ന് പറയാം. പൊതുപണം കെട്ടിടത്തിൻ്റെ രൂപത്തിൽ നശിക്കുന്ന കാഴ്ച കാണണമെങ്കിൽ വയനാട് തിരുനെല്ലിയിലെത്തിയാൽ മതിയാകും. ക്ഷേത്രത്തിനടുത്തുള്ള വിശ്രമ കേന്ദ്രമാണ് ഈ വിധം നശിക്കുന്നത്. പഞ്ചായത്തിൻ്റെ സ്ഥലത്ത് ഡോർമെറ്ററി സൗകര്യത്തോടെ ടൂറിസം വകുപ്പ് നിർമ്മിച്ച കെട്ടിടമാണ് വകുപ്പുകളുടെ പടലപ്പിണക്കം മൂലം നാശം നേരിടുന്നത്. തിരുനെല്ലി ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്തായി നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കെട്ടിടം കാണാം. ലക്ഷങ്ങൾ ചിലവഴിച്ച് നിർമ്മിച്ചത്. ഇത് ഈ വിധം കിടക്കാൻ തുടങ്ങിയിട്ട് 1.5 പതിറ്റാണ്ട് കഴിഞ്ഞിരിക്കുന്നു. തിരുനെല്ലി ഗ്രാമപഞ്ചായത്തിൻ്റെ 1 ഏക്കർ 18 സെന്റ് സ്ഥലത്ത് 75 ലക്ഷം രൂപ ചിലവഴിച്ചാണ് ഇങ്ങനെയൊരു കെട്ടിടം നിർമ്മിച്ചത്. ജില്ലാ നിർമ്മിതി കേന്ദ്രമാണ്
കെട്ടിടത്തിന്റെ പണി പൂർത്തിയാക്കിയത്. 2006 നിർമ്മാണം പൂർത്തിയായെങ്കിലും 5 വർഷം കഴിഞ്ഞ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. ഡോർമെട്രി സൗകര്യത്തോടെ നിർമ്മിച്ച കെട്ടിടത്തിൽ മുകളിലും താഴെയുമായി 300-ലധികം പേർക്ക് താമസിക്കാൻ സാധിക്കും. ഇതിനുവേണ്ട കട്ടിലുകൾ ഇവിടെ കൂട്ടിയിട്ടുണ്ട്. കർക്കിടക വാവ് ദിനത്തിൽ തിരുനെല്ലി ക്ഷേത്രത്തിലേക്ക് എത്തുന്നവർക്ക് വേണ്ടി മാത്രമാണ് ഈ കേന്ദ്രം ഇപ്പോൾ തുറക്കാറുള്ളത്. സ്ഥിരമായി ഉപയോഗിക്കാത്തതിനാൽ വവ്വാലുകളും പ്രാവുകളും കെട്ടിടത്തിൽ തമ്പടിക്കുന്നുണ്ട്. സീലിംഗ് അടർന്നു വീണ നിലയിലാണ്. കെട്ടിടം ഉപയോഗിക്കാത്തതിനാൽ സാമൂഹ്യ വിരുദ്ധർ ഇതിനു സമീപത്ത് തമ്പടിക്കുന്നുണ്ട്. ഗ്രാമപഞ്ചായത്തിന്റെയും സർക്കാരിന്റെയും അനാസ്ഥ ചൂണ്ടിക്കാട്ടുകയാണ് UDF. ടൂറിസ്റ്റുകൾക്കപ്പുറത്തേക്ക് തീർത്ഥാടക ടൂറിസം പദ്ധതി തന്നെയാണ് അതിൻ്റെ ഭാഗമായിട്ട് ചെയ്തത്. പക്ഷേ ആ വിശ്വാസികളെ, അവിടെ എത്തുന്ന വിശ്വാസികളെ കൂടി, തീർത്ഥാടകരെ കൂടി ഒരു അവഹേളിക്കുന്ന ഒരു സമീപനമാണ് നാളിതുവരെ പഞ്ചായത്തിൻ്റെയും ദേവസ്വം ബോർഡിൻ്റെയും ഭാഗത്തുണ്ടായിട്ടുള്ളത്. കോടികളാണ് അവിടെ നശിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ തിരുനെല്ലി ക്ഷേത്രത്തിൽ വരുന്ന ഭക്തജനങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലും വിശ്രമിക്കാനും അതുപോലെ തന്നെയുള്ള സൗകര്യങ്ങൾ മുഴുവനുള്ള കഴിഞ്ഞ KC വേണുഗോപാൽ ടൂറിസം വകുപ്പ് മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ ഉണ്ടാക്കി ഈ പഞ്ചായത്തിന് ഏൽപ്പിക്കപ്പെടേണ്ട ഒരു കെട്ടിടമാണ് അനാഥമായി കിടക്കുന്നത് എന്നുള്ളത് സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. നവീകരണം നടക്കുന്നതിനാൽ തിരുനെല്ലി ക്ഷേത്രത്തിലെ പഞ്ചതീർത്ഥ വിശ്രമ കേന്ദ്രം ഇപ്പോൾ താമസത്തിന് നൽകുന്നില്ല. ഈ വിശ്രമ കേന്ദ്രം തുറന്നുകൊടുത്താൽ ക്ഷേത്രത്തിലെത്തുന്ന സാധാരണക്കാർക്ക് ഏറെ ആശ്വാസമാകും. വർഷങ്ങൾക്ക് മുമ്പ് DTPC ഈ കെട്ടിടം ദേവസ്വം വകുപ്പിനെ കൈമാറാൻ നിശ്ചയിച്ചിരുന്നെങ്കിലും അത് യാഥാർത്ഥ്യമായില്ല. മതിയായ അറ്റകുറ്റപ്പണി നടത്തി പരിസരം വൃത്തിയാക്കിയ ശേഷം കെട്ടിടം തുറന്നുകൊടുക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. ഈ കെട്ടിടം എന്നാണ് തുറന്നുകൊടുക്കാൻ കഴിയുക? ഭരണ സംവിധാനങ്ങളുടെ, വകുപ്പുകളുടെ ഏകോപനമില്ലായ്മയാണ് ഇത്തരം ഒരു ദുരവസ്ഥയ്ക്ക് കാരണമെന്നാണ് ഉയരുന്ന പരാതി. നടപടികൾ ഉണ്ടാകുമോ? സുർജിത്ത് അയ്യപ്പത്ത്, 24 വയനാട്. പൊതുജനം കഴുതയല്ല സാർ. ഇത്തരം ഒഴിഞ്ഞുകിടക്കുന്ന നിരവധി കെട്ടിടങ്ങൾ ടൂറിസം വകുപ്പിന്റെ അധീനതയിലാണുള്ളത്. അവർ ഇക്കാര്യത്തിൽ ഒരു ഓഡിറ്റിങ്ങിന് തയ്യാറാകണം. എത്ര കെട്ടിടങ്ങൾ ഇങ്ങനെ ഉപയോഗശൂന്യമായി ഒഴിഞ്ഞുകിടപ്പുണ്ട് എന്ന കാര്യത്തിൽ ഓഡിറ്റിങ്ങിന് തയ്യാറാകണം എന്ന അഭ്യർത്ഥനയാണുള്ളത്. ഇല്ലെങ്കിൽ ടൂറിസം വകുപ്പിന് ഇത് ഏറ്റെടുത്തു നടത്താൻ കഴിവില്ലെങ്കിൽ അത് നടത്താൻ കഴിവുള്ളവർക്ക് കൈമാറുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുകയും വേണം എന്ന കാര്യമാണ് പൊതുജനം കഴുതയല്ല സാറിന് പറയാനുള്ളത്. ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക പീഡന കേസിൽ പ്രത്യേക അന്വേഷണ സംഘം രാഹുലിൻ്റെ സുഹൃത്ത് ഫെനി നൈനാൻ്റെ അടൂരിലെ വീട്ടിലെത്തി എന്ന വാർത്തയാണ്. നഗരസഭയിൽ സ്ഥാനാർത്ഥിയായ ഫെന്നി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലായിരുന്നു. പോലീസ് വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്തിയെന്ന് ഫെന്നി ആരോപിച്ചു. വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് AV ജയശങ്കർ ചേരുകയാണ്. ജയശങ്കർ, രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ അടുത്ത സുഹൃത്താണ് ഫെന്നി എന്ന കാര്യം ഏവർക്കും അറിയാവുന്നതാണ്. നേരത്തെ പാലക്കാട് നീലപ്പെട്ടി വിവാദമുണ്ടായിരുന്നപ്പോൾ അന്നും ഫെന്നി ആയിരുന്നു അതിലെ കേന്ദ്ര കഥാപാത്രമായി ഉണ്ടായിരുന്നത്. ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് പത്തനംതിട്ടയിൽ? അതായത് ദിലീപ് കുമാർ വൈകിട്ടോടു കൂടിയാണ് ഈ പ്രത്യേക അന്വേഷണ സംഘം രാഹുൽ മാങ്കൂട്ടത്തിനെ അന്വേഷിച്ച് ഫെനി നൈനാന്റെ വീട്ടിലെത്തിയത്. ആ ഘട്ടത്തിൽ അദ്ദേഹം വീട്ടിലുണ്ടായിരുന്നില്ല, അമ്മ മാത്രമായിരുന്നു വീട്ടിലുള്ളത്. പോലീസ് ഉദ്യോഗസ്ഥർ കാര്യങ്ങൾ അന്വേഷിച്ച് തിരിഞ്ഞു എന്നാണ് മനസ്സിലാവുന്നത്. പക്ഷേ വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്തിയെന്നാണ് ഫെനി നൈനാൻ നിലവിൽ ആരോപിക്കുന്നത്. കാണിച്ചു തരാം എന്നുൾപ്പെടെ അമ്മയുടെ അടുത്ത് ഉദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തി. അമ്മയ്ക്ക് ഈ ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റം വലിയ തോതിൽ മനോവിഷമം ഉണ്ടാക്കിയെന്നും ഫെനി പറയുന്നു. ഈ നിരന്തരമായി തന്നെ ഈ രാഹുലിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ നിരന്തരമായി തന്നെ വേട്ടയാടുന്ന സാഹചര്യം ഉണ്ടെന്നും ഫെനി എന്തായാലും നിലവിൽ പറയുന്നുണ്ട്. ഈ അടൂർ നഗരസഭയിലെ UDFന്റെ സ്ഥാനാർത്ഥിയാണ് ഫെനി. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട തിരക്കിലായിരുന്നു. അതുകൊണ്ട് ഫെനി വീട്ടിലുണ്ടായിരുന്നില്ല. ഈ ഘട്ടത്തിലാണ് പോലീസ് എന്തായാലും വീട്ടിലെത്തിയിരിക്കുന്നത്. ഈ വരും ദിവസങ്ങളിലും ഈ അടൂർ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ പ്രത്യേക അന്വേഷണ സംഘം കൂടുതൽ നിരീക്ഷണം കർശനമാക്കും. കാരണം ഈ രാഹുലുമായി ബന്ധപ്പെട്ട് രാഹുലിന്റെ ഏറ്റവും അടുത്ത കേന്ദ്രങ്ങളൊക്കെ തന്നെയുള്ളത് ഉറ്റ സുഹൃത്തുക്കൾ, ബന്ധുക്കൾ എല്ലാം തന്നെ ഈ അടൂർ കേന്ദ്രീകരിച്ചാണ്. അതുകൊണ്ട് തന്നെ ഈ രാഹുൽ അടൂരിലെത്താനുള്ള സാധ്യത, ഇല്ലെങ്കിൽ രാഹുലിന് അടൂർ കേന്ദ്രീകരിച്ച് സഹായം ലഭിക്കാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ്. ഒപ്പം തന്നെ ഈ അടൂരിലുള്ള ചില സുഹൃത്തുക്കൾക്കുൾപ്പെടെ രാഹുൽ എവിടെയാണ് ഉണ്ട് എന്നറിയാം എന്നൊരു സംശയം പോലീസിനുണ്ട്. ഇതൊക്കെ കണക്കിലെടുത്താണ് രാഹുലിന്റെ അടുത്ത സുഹൃത്തുക്കളിലേക്ക് ഇപ്പോൾ പോലീസ് എത്തിക്കൊണ്ടിരിക്കുന്നത്, പ്രത്യേക അന്വേഷണ സംഘം എത്തുന്നത്. എന്തായാലും ഫെനി പറയുന്നത് വീട്ടിലെത്തി ഈ പോലീസ് ഉദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തി, അമ്മ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇതിനെതിരെ പ്രതിഷേധിക്കും, പോലീസ് സ്റ്റേഷനിൽ പോയി, അടൂർ പോലീസ് സ്റ്റേഷനിൽ പോയി പ്രതിഷേധിക്കുമെന്നാണ് ഫെനി നൈനാൻ നിലവിൽ പറയുന്നത്. ദിലീപ് കുമാർ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക പീഡന കേസിൽ പ്രത്യേക അന്വേഷണ സംഘം രാഹുലിൻ്റെ സുഹൃത്ത് ഫെന്നി നൈനാൻ്റെ അടൂരിലെ വീട്ടിലെത്തി. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് പത്തനംതിട്ടയിൽ നിന്ന് AV ജയശങ്കർ. ഇനി പൊതുജനം കഴുതയല്ല സാർ മറ്റ് വാർത്തകളിലേക്ക് പോവുകയാണ്. അറ്റകുറ്റപ്പണിയുടെ പേരിൽ നല്ല റോഡ് കുത്തിപ്പൊളിക്കുക, പിന്നീടത് പണിയാതിരിക്കുക. ഈ ദുരിതം അനുഭവിക്കുകയാണ് ആലപ്പുഴ അമ്പലപ്പുഴ വടക്കു പഞ്ചായത്തിലെ ജനങ്ങൾ.
വണ്ടാനം മെഡിക്കൽ കോളേജിന് സമീപമാണ് നാട്ടുകാരുടെ നടുവൊടിക്കുന്ന റോഡ്. 4 വർഷമായിട്ടും പ്രശ്നത്തിന് പരിഹാരമില്ലാത്തതോടെ വോട്ട് ചോദിച്ച് ആരും വീടുകളിലേക്ക് വരേണ്ടെന്ന പോസ്റ്ററുകൾ വീടുകൾക്ക് മുന്നിൽ പതിച്ചിരിക്കുകയാണ് നാട്ടുകാർ. അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്തിലെ പള്ളിമുക്ക് കൊങ്ങന്നൂർ റോഡിലെ വീടുകളിലാണ് ഈ പോസ്റ്റർ പതിച്ചിരിക്കുന്നത്. നല്ലൊന്നാന്തരം റോഡ് കുത്തിപ്പൊളിച്ചിട്ട് വർഷങ്ങളായും സഞ്ചാരയോഗ്യമാക്കിയില്ല. ഇതോടെയാണ് നാട്ടുകാരുടെ പ്രതിഷേധം. കഴിഞ്ഞ ഒരു 4-5 വർഷമായിട്ട് തികച്ചും അനാഥമായിട്ട് കിടക്കുന്ന ഒരു റോഡായത്. അതിനുമുമ്പ് വളരെ നല്ല രീതിയിൽ കടന്നിരുന്ന ഒരു റോഡാണ്. നന്നാക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു കോൺട്രാക്ടർ വന്ന് കുത്തിപ്പൊളിച്ചിട്ടിരിക്കുക. അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്തിലെ 6, 7, 9 വാർഡുകളിലൂടെ കടന്നു പോകുന്നതാണ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള റോഡ്. 2018 പ്രളയത്തിന് പിന്നാലെ റോഡിന്റെ അറ്റകുറ്റപ്പണികൾക്കായി 85 ലക്ഷം രൂപ സർക്കാർ അനുവദിച്ചു. കാസർഗോഡ് സ്വദേശിയായ കരാറുകാരനാണ് ടെൻഡർ ഏറ്റെടുത്തത്. 85 ലക്ഷം രൂപയുടെ വർക്കായിരുന്നു ഇത്. പക്ഷേ അതിൽ പകുതിയോളം 3/4 ഭാഗത്തോളം ഒരു കലുങ്കിന് വേണ്ടി കോൺട്രാക്ടർ കൊണ്ടുപോയി. അതിനുശേഷം പുള്ളി ഈ പണി ഭാഗികമായ രീതിയിൽ അവിടെ ഇവിടെയും തൊടാത്ത രീതിയിൽ ചെയ്തു. അത് എഞ്ചിനീയർമാർ വന്ന് നോക്കുമ്പം വേണ്ടത്ര മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടില്ല എന്നുള്ള കാരണം കൊണ്ട് അവരത് തടഞ്ഞു. അപ്പോൾ ഞങ്ങൾ നാട്ടുകാരാണ് ഇതിൻ്റെ പരിണിത ഫലം അനുഭവിക്കുന്നത്. കരാറുകാരൻ പകുതി പണവും കൊണ്ടുപോയി റോഡ് നേരെ ആയതുമില്ല. ഒരു രോഗി കിടന്നാൽ പോലും അദ്ദേഹത്തെ അവരെ കൊണ്ടുപോകാൻ വേണ്ടി കഴിഞ്ഞ ദിവസവും അയൽവക്കത്തെ വീട്ടിൽ ആൾക്ക് വയ്യാതെ ഓട്ടോ വിളിച്ചിട്ട് പോലും അവർ പോലും ഇവിടെ എത്തിപ്പെടാൻ വരുന്നില്ല. ഇതിൻ്റെ അപ്പുറവും ഇപ്പുറവും ഒക്കെ വികസനങ്ങൾ എന്നൊക്കെ പറയുന്ന കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇത് മാത്രം വികസനത്തിൻ്റെ പാതയിൽ ഉൾപ്പെടുത്താതെ മാറ്റി നിർത്തി വച്ചിരിക്കുന്നതിൽ നമ്മൾക്ക് ഒരുപാട് പ്രതിഷേധമുണ്ട്. ആ പ്രതിഷേധത്തിൻ്റെ ഭാഗമാണ് ഇതേപോലെ വോട്ട് ചോദിച്ചാലും വരുന്ന പോലും നമ്മൾ എഴുതി വെക്കേണ്ട ഒരവസ്ഥയിലേക്ക് വന്നത്. ഗതികെട്ട നാട്ടുകാർ ജനകീയ സമിതി രൂപീകരിച്ചു. ഹൈക്കോടതിയെ സമീപിച്ചു. ബുദ്ധിമുട്ട് മനസ്സിലാക്കിയ കോടതി റോഡ് പണി ഉടൻ പുനരാരംഭിക്കണമെന്ന് നിർദ്ദേശം നൽകി. പക്ഷേ കരാർ ഏറ്റെടുക്കാൻ മറ്റാരും ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ ആരും ചെയ്യുന്നില്ല. ഇങ്ങനെ ഇട്ടിരിക്കുന്നതുകൊണ്ട് വേറൊരു കോൺട്രാക്ടറും ഭയപ്പെടുകയാണ്. ഇവിടെ വന്ന് ചെയ്തു കഴിഞ്ഞാൽ പൈസ കിട്ടുമോ എന്നുള്ളതിനെക്കുറിച്ച് അവർക്കൊരു തർക്കമുള്ളതുകൊണ്ട്. വണ്ടാനം മെഡിക്കൽ കോളേജിന്റെ പ്രധാന കവാടത്തിന് എതിർവശത്ത് കൂടിയുള്ള ഈ റോഡിലാണ് ഡോക്ടർമാരടക്കം താമസിക്കുന്നത്. സ്ഥലം MLA H. സലാമിന്റെയും പഞ്ചായത്ത് പ്രസിഡന്റ് ഹാരിസിന്റെയും ഒക്കെ വീട് ഇതിന് സമീപത്താണ്. അതുവഴിയുള്ള റോഡുകളിൽ കൃത്യമായ അറ്റകുറ്റപ്പണികൾ നടക്കുന്നുണ്ടെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നു. ഗതികേടിന് ഉത്തരവാദികളാണ് ഞാനീ പറഞ്ഞത്. നമ്മുടെ ബഹുമാനപ്പെട്ട H. സലാം MLAയും ഹാരിസ് ഇവിടുത്തെ ഇതിന് ഉത്തരവാദിയാണ്. അവരാണ് ഈ നികൃഷ്ടത ഇവിടെ ജനത്തിന് വേണ്ടിയിട്ട് ചെയ്തത്. ഈ റോഡും പറഞ്ഞാണ് H. സലാം ഈ ഹാരിസ് ഈ അമ്പലപ്പുഴ പഞ്ചായത്ത് വടക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായത്. ഈ റോഡും പറഞ്ഞാണ്. ഒരു നടപടിയും ഇല്ല. ആളുകളെ കളിയാക്കുകയാണ് നമ്മൾ ചെല്ലുന്നവരും. പ്രതിഷേധത്തിനൊടുവിലെങ്കിലും റോഡ് നന്നാക്കുമെന്ന പ്രതീക്ഷയാണ് നാട്ടുകാർക്ക് ബാക്കി. പക്ഷേ എന്താവുമെന്ന് അവർക്കിപ്പോഴും അറിയില്ല. ആലപ്പുഴയിൽ നിന്ന് ഷിബിൻ ബഷീറിനൊപ്പം അശ്വിൻ പാലാഴി, 24. പൊതുജനം കഴുതയല്ല സാർ. നടുവൊടിക്കുന്ന റോഡിനെ കുറിച്ച് അമ്പലപ്പുഴയിലെ ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം. ഞാൻ മുഖ്യമന്ത്രിക്കും എല്ലാവർക്കും മെയിൽ അയച്ചിട്ടുണ്ട്. ആരും ഇതിനായിട്ട് ഇത് തന്നിട്ടില്ല. PWDക്ക് അയച്ചപ്പം മന്ത്രി മാത്രം റിപ്ലൈ തന്നു. ഇത് തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെയാണ്. സ്വയംഭരണ വകുപ്പിലേക്ക് ഞാൻ ഫോർവേഡ് ചെയ്യുന്നു പറഞ്ഞുകൊണ്ട് അങ്ങനെ റിപ്ലൈ മാത്രം തന്നു. വേറെ ഒരാൾ പോലും റിപ്ലൈ തന്നിട്ടില്ല. ഇത് MLAയുടെ ഭാഗത്തു നിന്നുള്ള അനാസ്ഥ ഭയങ്കരമാണ്. MLAയുടെ തൊട്ടപ്പുറത്ത് റോഡ് MLA റോഡാണ്. MLAയുടെ വീടല്ല. പഞ്ചായത്ത് പ്രസിഡന്റ് MLA ആദ്യം ജയിച്ച ഈ വാർഡിൽ നിന്നാണ്. അതെങ്കിലും ഓർക്കണ്ടേ. ഇതൊന്നും ചെയ്യുന്നില്ല. നമ്മൾ ചെല്ലുമ്പോൾ നമ്മളെ കളിയാക്കുന്ന ഒരു രീതിയിലുള്ളൊരു ഇതാണ്. ഈ 5 വർഷമായിട്ടും പ്രതീക്ഷയ്ക്ക് ഞങ്ങൾ ഈ കഴിയുകയാണ്. എങ്ങനെ ഇത് ഞങ്ങൾ നടന്നു പോകണം, അത് ഒരു സൊല്യൂഷൻ അവരുണ്ടാക്കുക. കൊല്ലത്തെ ലോറി തൊഴിലാളികൾക്ക് ആശങ്കയാവുകയാണ് ലോറിത്താവളം. 60 വർഷത്തിലധികമായി പ്രവർത്തിച്ചിരുന്ന ലോറിത്താവളം മൊബിലിറ്റി ഹബ്ബ് നിർമ്മാണത്തിനായി അടച്ചുപൂട്ടാൻ ഒരുങ്ങുകയാണ്. കഴിഞ്ഞ ദിവസം ലോറിത്താവളം അടച്ചുപൂട്ടിയെങ്കിലും പ്രതിഷേധത്തെ തുടർന്ന് വൈകുന്നേരം തുറന്നിരുന്നു. 2 മാസത്തിനുള്ളിൽ ഇവിടെ നിന്ന് ഒഴിയണമെന്നാണ് ഇപ്പോഴത്തെ നിർദ്ദേശം.
കൊല്ലം നഗരസഭയ്ക്ക് കീഴിലെ FCI ഗോഡൌണിന് സമീപം പ്രവർത്തിക്കുന്ന ലോറിത്താവളത്തിന് കൊല്ലത്തോളം ചരിത്രമുണ്ട്. കൊല്ലം മുനിസിപ്പാലിറ്റി ആയിരുന്ന കാലം മുതലേ ഇവിടെ ചെറിയ വാടകയിൽ ലോറി പാർക്ക് ചെയ്യുമായിരുന്നു. നന്നായി പ്രവർത്തിച്ചിരുന്ന ലോറിത്താവളം കരാറുകാരെ ഏൽപ്പിച്ചതിന് പിന്നാലെയാണ് ദുരിതം ആരംഭിക്കുന്നത്. 2 വർഷമായി ടെൻഡർ നടപടികളില്ലാത്തതിനാൽ നാഥനില്ലാത്ത അവസ്ഥയിലാണ്. വാഹനം പാർക്ക് ചെയ്യാൻ ഓരോ ലോറിയിൽ നിന്നും 800 രൂപ ഈടാക്കിയിരുന്നു. എന്നാൽ പ്രദേശം മാലിന്യക്കൂനയായതോടെ തൊഴിലാളികൾ പണം നൽകാതെയായി. പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ പോലും സൗകര്യമില്ല. കുടിവെള്ളം പോയിട്ട് വെളിച്ചം പോലുമില്ല. പിന്നെ എങ്ങനെ പണം നൽകുമെന്നാണ് തൊഴിലാളികൾ ചോദിക്കുന്നത്. ഞങ്ങൾ ഈ വാടക കോർപ്പറേഷൻ നിശ്ചയിച്ച വാടക കൊടുക്കാൻ നമ്മൾ തയ്യാറായിരുന്നു. ഞങ്ങൾ 800 രൂപ വെച്ച് കൊടുത്തുകൊണ്ടിരുന്നത്. കൊടുക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും നമുക്കില്ല. ഈ കാണുന്ന നിങ്ങൾ കണ്ടില്ല ഈ കിടക്കുന്ന ഈ മാലിന്യങ്ങൾ. എങ്ങനെ ഒരു മനുഷ്യൻ ഒരു ഡ്രൈവർ വണ്ടി കൊണ്ടിട്ടിട്ട് പുറത്തോട്ട് ഇറങ്ങി നടന്നു വരും? ഈ ലോറി എടുക്കാൻ നേരം കറങ്ങി ആ വണ്ടി ടയർ അങ്ങനെ ഡീസൽ അങ്ങനെ ഒരുപാട് നഷ്ടങ്ങൾ ഡ്രൈവർമാർക്കും മുതലാളിമാർക്കും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. FCI ഗോഡൌണിനും സിവിൽ സപ്ലൈസ് ഗോഡൌണിനും അടുത്താണ് ലോറിത്താവളം. അതിനാൽ ചരക്ക് നീക്കം സുഗമമായി നടക്കുമായിരുന്നു. അതിനിടയിലാണ് കൊല്ലം കോർപ്പറേഷൻ ഇവിടെ മൊബിലിറ്റി ഹബ്ബ് നിർമ്മിക്കാൻ തീരുമാനിച്ചത്. വികസനത്തിനെതിരല്ലെന്നും പകരം സംവിധാനം ഒരുക്കണമെന്നത് മാത്രമാണ് ആവശ്യമെന്നും ഇവർ പറയുന്നു. വികസനത്തിന് ഞങ്ങൾ ആരും തടസ്സമല്ല. പക്ഷെ ഞങ്ങൾക്ക് ലോറി പാർക്ക് ചെയ്യാനുള്ള സൗകര്യപരമായ ഇത് ചുറ്റിപ്പറ്റി, അതായത് ഇവിടെ വന്ന് ഈ ലോഡ് എടുക്കാവുന്ന രീതിയിൽ എവിടെയെങ്കിലും ഞങ്ങൾക്ക് സ്ഥലം തരണം. അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം ഉച്ചയോടെ റവന്യൂ ഉദ്യോഗസ്ഥരെത്തി 2 ഗേറ്റുകളും പൂട്ടി സീൽ ചെയ്തത്. 35ഓളം ലോറികൾ ഈ സമയത്ത് വളപ്പിൽ പാർക്ക് ചെയ്തിരുന്നു. അപ്രതീക്ഷിതമായ നടപടി ഡ്രൈവർമാരെയും തൊഴിലാളികളെയും ആശയക്കുഴപ്പത്തിലാക്കി. പിന്നാലെ വിവിധ യൂണിയൻ നേതാക്കൾ കോർപ്പറേഷൻ സെക്രട്ടറിയുമായി ചർച്ച നടത്തിയ ശേഷം വൈകുന്നേരം തുറന്നുകൊടുത്തു. സാധാരണക്കാരെ കണ്ണീര് പോലും മനസ്സിലാക്കാത്ത ഈ കൊല്ലം കോർപ്പറേഷൻ എന്തോ ഇവിടെ കാണിക്കുന്നതെന്ന് നമുക്കറിയത്തില്ല. ഇതാണെങ്കിൽ നിരവധി കൊള്ളയന്മായ്മയെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനോട് നമുക്ക് യോജിക്കാൻ പറ്റത്തില്ല. ഈ ലോറി താവളമൊക്കെ ഇനിയും ഇതണക്ക് തന്നെ നിലനിർത്തണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. രണ്ട് മാസത്തിനുള്ളിൽ ഇവിടെ നിന്ന് ഒഴിഞ്ഞു കൊടുക്കണമെന്നാണ് നിർദ്ദേശം. വികസനത്തിനായി ലോറിത്താവളം മാറ്റുന്നതിൽ തൊഴിലാളികൾക്ക് എതിർപ്പൊന്നുമില്ല. പകരം സംവിധാനം ഒരുക്കി നൽകണമെന്ന് മാത്രമേയുള്ളൂ അഭ്യർത്ഥന. ആ പകരം സംവിധാനം ഗോഡൌണുകൾക്ക് സമീപത്ത് തന്നെ ആയില്ലെങ്കിൽ കൊല്ലം ജില്ലയിലെ റേഷൻ വിതരണത്തെ ഉൾപ്പെടെ ബാധിക്കുകയും ചെയ്യും. ക്യാമറാമാൻ അരുണസാറിനൊപ്പം സലിം മാലിക്, 24 കൊല്ലം. പൊതുജനം കഴുതയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ എന്ന ഈ പരിപാടിയിലൂടെ പ്രേക്ഷകർക്കും നിങ്ങൾ നേരിടുന്ന വിഷയങ്ങൾ വാർത്തയാക്കാം. സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് വിശദാംശങ്ങൾ അയയ്ക്കുക. പൊതുജനം കഴുതയല്ല സാർ @gmail.com എന്ന മെയിൽ ഐഡിയിലും നിങ്ങൾക്ക് വാർത്തകൾ പങ്കുവയ്ക്കാവുന്നതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.